സാധിക്കുന്നില്ല. കാരണം അത്രത്തോളം വികാരം അല്ലെങ്കിൽ വികാരഭരിതമായിട്ടാണ് ഓരോരുത്തരും തിങ്ങിപ്പൊത്തിക്കൊണ്ടാണ് ഈ സംഭവ സ്ഥലത്ത് നിൽക്കുന്നത് എന്നത് തന്നെയാണ് നമുക്കും കാണാൻ സാധിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്ത പുറത്തതാണ് കുട്ടിയെ കാണാനില്ലായിരുന്നത്. കണ്ടു കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരുപാട് തിരഞ്ഞാണെങ്കിലും അവസാനം കുട്ടിയെ കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കുട്ടിയെ കിട്ടിയപ്പോൾ വേദനയേറ്റ ശരീരമാണ് എന്ന് മാത്രം. ജീവനോടെ കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളും ഇതുമായി വാർത്തകൾ അടക്കം തന്നെ കൊടുക്കുമ്പോൾ ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു, കുട്ടിയെ കിട്ടും. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലാണെങ്കിലും അവസാനമായി കുട്ടിയെ കിട്ടും. അത്തരത്തിൽ കുട്ടിയെ കിട്ടിയ ചരിത്രങ്ങൾ അടക്കമുണ്ട്. പോലീസ് അടക്കം പറയാനും നിരവധി ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് സമാനമായ രീതിയിലുള്ള നിരവധി വാർത്തകൾ നമ്മളും പുറത്തതാണ്. കുട്ടിയെ കാണാനില്ല എന്നത്. പിന്നീട് കുട്ടിയെ കണ്ടുകിട്ടുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കാരണം അത്തരത്തിലൊരു വാർത്ത കൊടുക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ നമ്മൾക്കും ഉണ്ടായിരുന്നു. കുട്ടിയെ കിട്ടി എന്നുള്ളൊരു വാർത്ത കൊടുക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ അടക്കം തന്നെ ആ പ്രതീക്ഷ നമുക്കും ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ തിരച്ചിലിനൊടുവിൽ 2:30 കുട്ടിയെ പാലക്കുടി പുഴയിൽ നിന്നും കുട്ടിയുടെ ശരീരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ജീവൻ നഷ്ടമായ രീതിയിലായിരുന്നു കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിദാരുണമായിട്ടുള്ള കൊലപാതകം തന്നെയായിരുന്നു നടന്നത് എന്നതിൽ സംശയമൊന്നും തന്നെയില്ല. കാരണം 7 മണിക്ക് കാണാതായ പിന്നീട് വീട്ടിലേക്ക് എത്തിയില്ല. അമ്മ മാത്രമാണ് വീട്ടിലെത്തിയത്. കഴിഞ്ഞ ദിവസം സാധാരണ പോലെ അംഗനവാടിയിൽ പോകുന്നു, കുട്ടികളുമായി സന്തോഷിച്ച് സംസാരിക്കുന്നു, കളിക്കുന്നു, അംഗനവാടിയിൽ പോയി തന്റെ സഹപാഠികളുമായി കളിക്കുന്നു, സന്തോഷിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്തരത്തിലൊരു മരണം. കുട്ടി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്തരത്തിലൊരു മരണം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതും. ഇന്നലെ 7 മണിയോടെയായിരുന്നു ഈ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഈ ഒരു നാട്ടിൽ നടത്തിയ ഒരു കൊലപാതകം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് തിരഞ്ഞു. സ്കൂബ ഡൈവേഴ്സ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തുന്നു. പുലർച്ചെ 2:30 കുട്ടിയുടെ മൃതദേഹം ലഭിക്കുന്നു. ജീവനമായ രീതിയിലുള്ള മൃതദേഹം ലഭിക്കുന്നു. നിരവധി പ്രത്യാരോപണങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് വരുന്നു. ഏതാണ് സത്യം ഏതാണ് നുണ എന്ന് നമുക്ക് തന്നെ പറയാൻ സാധിക്കില്ല. കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. കുട്ടിയുടെ ഉണ്ടായിരുന്ന പൊതുദർശനം അവസാനിച്ച് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയാണ് കാണുന്നത്. തീർച്ചയായും വിനയ, എന്തായാലും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. നോവായി നീറുന്ന മുറിവായി ആ ഒരു 3 വയസ്സുകാരി കേരള ജനതയുടെ ഉള്ളിൽ അങ്ങനെ നിൽക്കുമെന്നുള്ളതാണ്. കാരണം കുടുംബ പ്രശ്നമാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്ത് പ്രശ്നമാണോ അതിൻ്റെ ഇടയിൽപ്പെട്ട് ബലിയാടായി ജീവൻ നഷ്ടമായ ഒരു കുരുന്നാണ്. ആ കുരുന്നിന് വേണ്ടി ഒരിറ്റ് കണ്ണീരെങ്കിലും കേരള ജനത ഒട്ടാകെ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഒരു നിമിഷത്തേക്കെങ്കിലും പൊഴിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. സംസ്കാര ചടങ്ങുകൾ മെല്ലെ ആരംഭിക്കുന്നു. ആ ഒരു പൊതുശ്മശാനത്തും നിരവധി ബന്ധുക്കളടക്കം ഈ ഒരു കുരുന്നിനെ കാണാനായി എത്തിയിരിക്കുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം സങ്കടത്തിലാണ് അവരോരോരുത്തരും ഉള്ളത് എന്നുള്ളത്. ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. വിനയരാജുണ്ട് വിവരങ്ങളുമായി. വിനയ, ഇനിയിപ്പോഴുള്ള ഈ ഒരു സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നതോടെ പൂർണ്ണമായും ഇനി എങ്ങനെയാണ് ഈ കുട്ടി മരണപ്പെടാനിടയായത്, അല്ലെങ്കിൽ എന്താണ് ഈ കുട്ടിയെ കൊല്ലാനുണ്ടായതിന് പിന്നിലെ കാരണം എന്നുള്ളതൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ പ്രേക്ഷകരടക്കം കാത്തിരിക്കുന്നത്. കാരണം അവരത്രത്തോളം സങ്കടത്തിലാണ് ഈ ഒരു ദൃശ്യങ്ങളടക്കം കാണുന്നത് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഓരോ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ ഈ കാണുന്നവർക്കും അല്ലെങ്കിൽ ബന്ധുക്കൾക്കും അടക്കം സ്വന്തം പിതാവിനടക്കം കാരണം അറിയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് തൻ്റെ കുരുന്നിനെ ഈ ഒരു അമ്മ കൊന്നു എന്നുള്ളത്, അല്ലേ വിനയ? തീർച്ചയായും അതിനുള്ള ഉത്തരം അമ്മയ്ക്ക് മാത്രമേ നൽകാൻ സാധിക്കൂ എന്നതാണ് നമുക്കും പറയാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇതേ ചോദ്യമാണ് പോലീസ് ആണെങ്കിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്, എന്തിനാണ് ഈ 3.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് എന്ന ചോദ്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം മുതൽ ഈ നിമിഷം വരെ പോലീസ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനൊന്നും തന്നെ അമ്മയ്ക്ക് മറുപടിയില്ല. താൻ കൊന്നു, അത് മാത്രമാണ് അമ്മ പറയുന്നത്. മറ്റൊന്നും തന്നെ എന്തിനാണ് കൊന്നത്, കുടുംബ പ്രശ്നമാണോ കൊലപാതകത്തിന് കാരണം എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നു. കുടുംബ പ്രശ്നമുണ്ടെന്ന് പറയുന്നു, എന്നാൽ അതാണോ കൊലപാതകത്തിന് എന്നതിൽ ഉത്തരമില്ല. താൻ കൊന്നു എന്ന് മാത്രം ഭാവമാറ്റമില്ലാതെ ബോധമില്ലാതെ ഒരു അമ്മ പറയുന്നത് ആ ഒരു വാക്ക് മാത്രമാണ്. തന്റെ കുട്ടിയെ ഞാൻ കൊന്നു, എന്റെ കുട്ടിയെ ഞാൻ കൊന്നു, പുഴയിൽ വലിച്ചെറിഞ്ഞു എന്ന് മാത്രമാണ് അമ്മ പറയുന്നത്. അതിനുള്ള കാരണം ഇനിയും കണ്ടെത്താനായിട്ടില്ല. കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധി ആരോപണങ്ങൾ
ഇപ്പം വരുന്ന ഒരു സാഹചര്യം. കുടുംബ പ്രശ്നമുണ്ട് എന്ന് പറയുന്നു, ഒരു ഭാഗം കുടുംബ പ്രശ്നമുണ്ട് എന്ന് പറയുന്നു, മറുഭാഗം മാനസിക നിലയ്ക്ക് പ്രശ്നമുള്ള ആളാണ് സത്യ എന്ന് പറയുന്നു. ഇത്തരത്തിൽ നിരവധി പ്രത്യാരോപണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഏതാണ് സത്യം, ഏതാണ് നുണ എന്ന് നമുക്കും പറയാൻ സാധിക്കില്ല. ഒരു കൊലപാതകം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ വരും. അതിലേതാണ് സത്യമെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ സാധിക്കില്ല. രാവിലെ അച്ഛനോട് സംസാരിച്ചപ്പോൾ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, ഭാര്യയ്ക്ക് മാനസിക നിലയിൽ പ്രശ്നമില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അത് തന്നെയായിരുന്നു സന്ധ്യയുടെ അമ്മയെ പറഞ്ഞത്. എന്റെ മകൾക്ക് മാനസിക പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് ഈ ഒരു കുരുന്നിനെ കൊലപ്പെടുത്തിയത് എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. മാനസിക നില പ്രശ്നമില്ലാത്തയാൾ വെറുതെ, അല്ലെങ്കിൽ കുടുംബ പ്രശ്നമില്ല എന്ന് പറയുന്നു. കുടുംബ പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ സംസ്കാരം നടത്തിയിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകളടക്കം തന്നെ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി കുരുന്നിനെ അല്ലെങ്കിൽ കുരുന്നു ഓർമ്മയായി മാറിയിരിക്കുകയാണ്. ഇനി ഉത്തരം തരേണ്ടത് അമ്മ തന്നെയാണ്. എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്, എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം, കുടുംബ പ്രശ്നം തന്നെയാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നടക്കം ഒരു മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണങ്ങളടക്കം ലഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അല്പസമയത്തിനകം തന്നെ അമ്മയെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. അമ്മയെ ചോദ്യം ചെയ്തതിനു ശേഷം ഇതിനുള്ള മറുപടി ലഭിക്കും, അല്ലെങ്കിൽ നമുക്കെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉത്തരം ലഭിക്കുമെന്നാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്നത്. ശരി വിനയ, തേങ്ങലായി തിരാത്ത നോവായി 3 വയസ്സുകാരി കല്യാണി വിട പറഞ്ഞിരിക്കുന്നു. കണ്ണീരോടെ വിട നൽകിയിരിക്കുന്നു നാട്. ഇപ്പോൾ 3 വയസ്സുകാരി കല്യാണിയുടെ മൃതദേഹം തിരുവാണിയൂർ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഇനി അങ്ങോട്ട് എന്നുള്ളത് എന്തിനു വേണ്ടി ഈ ഒരു കുരുന്ന് ജീവൻ ബലിയാടായി എന്നുള്ളതാണ്. അതിനെ തുടർന്നുള്ള അന്വേഷണമാണ് ഒക്കെ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലടക്കം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. മാത്രമല്ല റൂറൽ SP-യുടെ ഭാഗത്തുനിന്നുമുണ്ടായ പ്രതികരണം വെച്ച് നോക്കിയാൽ കൂടുതൽ ബന്ധുക്കളിലേക്കുമൊക്കെ അന്വേഷണം നീളും, അല്ലെങ്കിൽ കൂടുതൽ ബന്ധുക്കളെ ചോദ്യം ചെയ്തേക്കും എന്നുള്ള തരത്തിലാണ് സൂചനകൾ വരുന്നത്. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ കടുത്ത രീതിയിൽ അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ് അന്വേഷണ അധികൃതരും സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു നിമിഷം വരെയും താൻ മകളെ കൊന്നു അല്ലെങ്കിൽ താനാണ് കൊന്നത് എന്നതിലപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലും എന്തിനു വേണ്ടി എങ്ങനെയാണ് എന്നുള്ള തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പുഴയിലേക്ക് എറിയുകയാണെന്ന് പറഞ്ഞെങ്കിൽ പോലും എന്തിനു വേണ്ടിയായിരുന്നു ഈ ഒരു കൊലപാതകം എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. പലതരത്തിലുള്ള അനുമാനങ്ങളും നിഗമനങ്ങളും ഒക്കെ വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കുടുംബ പ്രശ്നമാണ് എന്നുള്ള തരത്തിലാണ് നിഗമനത്തിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അതേസമയം ഭർത്താവ് അടക്കം പറയുന്നു അത്തരത്തിലൊരു കുടുംബ പ്രശ്നം ഇല്ലായിരുന്നു എന്നുള്ള തരത്തിൽ. ഇനിയിപ്പോൾ മാനസിക പ്രശ്നമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയർത്തുകയാണെങ്കിൽ ഭർത്താവ് അത്തരത്തിലും പറയുന്നു മാനസിക പ്രശ്നം ഇല്ലായിരുന്നു എന്നുള്ള തരത്തിലുമൊക്കെ പറയുന്നു. എന്നിരുന്നാലും അത്തരത്തിലുള്ള വൈദ്യപരിശോധനകളുമൊക്കെ ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തിരുവാണിയൂർ പൊതുശ്മശാനത്തിൽ 3 വയസ്സുകാരി കല്യാണിയുടെ മൃതദേഹം സംസ്കരിച്ചിരിക്കുകയാണ്. വിനയരാജുണ്ട് വിവരങ്ങളുമായി. വിനയ, എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇപ്പോൾ മൃതദേഹം സംസ്കരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ അങ്കമാലി ആശുപത്രിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. അതിനുശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടപടികൾ നടത്തി. അതിനുശേഷമാണ് പിന്നീട് ഈ വീട്ടിലേക്ക് ബന്ധുക്കൾക്ക് വിട്ട് നൽകിയിട്ടുണ്ടാകുന്നത്. അച്ഛന്റെ വീട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് ദർശനമുണ്ടായിരുന്നു. പൊതുദർശനത്തിന് ശേഷമാണ് തിരുവാണിയൂരുള്ള പൊതുശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകളടക്കം തന്നെ അവസാനിപ്പിക്കുകയാണ്. ഇനി അറിയേണ്ടത്, നമുക്കെല്ലാവർക്കും അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഒരു കൊലപാതകം നടത്തിയത്, അതിനുള്ള കാരണം എന്താണ്, ഈ ഒരു ചോദ്യം മാത്രമാണ് ഇനി കേസുമായി ബന്ധപ്പെട്ട് ബാക്കി നിൽക്കുന്നത്. നമുക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. എന്തിനാണ് ഈ ഒരു കൊലപാതകം നടത്തിയത്, കൊല എന്തിനാണ് പിഞ്ചു കുഞ്ഞിനോട് നടത്തിയത് എന്നൊരു ചോദ്യം മാത്രമാണ് നമുക്കും ഇനി ബാക്കിയുള്ളത്. അതിനുള്ള ഉത്തരമാണ് നമുക്കും ഇനി കിട്ടാനുള്ളത്. അതിന് ഉത്തരം ഉടൻ തന്നെ കിട്ടുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. കാരണം പോലീസ് അടക്കം കേസ് അന്വേഷിച്ചു വരികയാണ്. പോലീസ് അടക്കം അമ്മയായിട്ടുള്ള സന്ധ്യയെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ ചോദ്യം ചെയ്തെങ്കിലും ഒടുവിൽ നമുക്ക് ഇതിലുള്ള ഉത്തരം ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ശരി, വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്.
കുഞ്ഞു കല്യാണി ഇനിയില്ല. സംസ്കാര ചടങ്ങുകൾ